or am I audible? Yes, we can hear you. Hello? Go ahead. Yes. Yes. So I'm on my way to church. So I'm in the car right now. And I praise God that where I am at right now, I have, the ones who worship along with me. And in the, as I've been like testifying about my life experiences, the one who transformed a lot my life, my spiritual aspect. ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രണ്ട് വ്യക്തികളുടെ കൂടെ തന്നെയാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത്. And I'm just so happy that in 2024, when I'm ending 2024 and when I'm entering 2025, and ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നതിനകത്ത് ഞാൻ ഒരുപാട് ദൈവത്തോട് നന്ദി ഞാൻ പറയുന്നു. Because 2024 was eventful for me. 2025 ഞാൻ കയറുമ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഒരു അസാധാരണ കരം ശുശ്രൂഷയുടെ ഒരു വലിയ വാതിൽ എന്റെ മുൻപിൽ തുറക്കാൻ പോവുകയാണ് എന്ന് പേഴ്സണലി ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ഞാൻ ആ ഒരു വാഗ്ദത്തത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. Amen. So Sarah is traveling right now in the car with people close to her life who have witnessed her transformation. Right? So right now she's traveling to church to attend the night service, and she believes that 2024 was an eventful year, and she's entering 2025 with a bold confidence that God has opened a door for ministry. Amen. And as she shared, go ahead. എന്റെ കൂടെ ഇന്ന് എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ജീന ചേച്ചിയും എന്റെ കൂടെ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ ഒരു മെസ്സേജ് ഡെലിവറി ചെയ്യുമ്പോൾ എന്റെ ലൈഫിൽ എന്റെ സ്പിരിച്വൽ ആസ്പെക്ടിനകത്ത് ഒരു വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. Amen. The two people who are sitting with her in the car right now, one is her husband, the other is her older sister in Christ named Gina. These were two people who are really responsible for her spiritual journey and transformation. So she's privileged to share the word in their midst. I want to testify who my God was in the year 2024 before I start my message, because 2024 എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കടന്നു പോകാത്ത ഒരു അസാധാരണ അനുഭവത്തിന്റെ പങ്കായിരുന്നു 2024 എന്ന് പറഞ്ഞാൽ. You know, in 2024, I went through very extraordinary circumstances. I want to first testify about that before I share the word. 2024 തുടങ്ങുന്നത് എന്റെ വിവാഹത്തോടെയായിരുന്നു. ജനുവരി 27 ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്. അങ്ങനെ അതൊരു ഇവന്റ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു വെഡിങ് ആയിരുന്നു. അത് ഓൾറെഡി ഞാൻ അതിന്റെ ഒരു ടെസ്റ്റിമണി ഞാൻ ബിഗിനിങ് ഓഫ് ദി ഇയർ അറൌണ്ട് ഫെബ്രുവരി ഞാൻ ടെസ്റ്റിഫൈ ചെയ്തതായിരുന്നു. Amen. In beginning of 24 February, I had come to this group and testified about my wedding and how the Lord, I entered 2024 in January into holy matrimony, and that was the beginning of 24 for me. ഞാൻ ദൈവത്തെ അറിയുന്നത് ഒരു പേഴ്സണലി ഞാൻ ദൈവമായി 19-20 വർഷക്കാലത്താണ്. I encountered the Lord when I was around 19 or 20 years old. ഈ ഒരു സമയത്ത് 2019 ഞാൻ 2018 എൻഡ് തൊട്ട് 2019 കാലഘട്ടത്തിലാണ് ജീന ചേച്ചിയുമായിട്ട് ഒരു പേഴ്സണൽ കണക്ഷനിലേക്ക് വരുന്നത്. And it is between 2019 to 2020 that I met my older sister in Christ, Gina. ഞങ്ങള് 19 ഒരു ചെറിയൊരു കൂട്ടമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കൂട്ടമായിട്ട് ഞങ്ങൾ വേർതിരിക്കാൻ ഒരു 4 പേര് മാത്രമുള്ള ഒരു കൂട്ടമായിട്ട്. And you know, we were just few in number. We were 4 of us who just gathered together to seek the Lord. 4 പേരും എന്തിനാ കൂടിയെന്ന് ചോദിച്ചാൽ 4 പേർക്കും 4 ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ആവശ്യങ്ങളെ മാറ്റി ദൈവത്തെ അന്വേഷിക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തിനകത്തേക്ക് ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസും ഒരു എൻകൗണ്ടറും എന്താണ് എന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് ദൈവം 2019 ഞങ്ങൾ 4 പേരുടെ ആഗ്രഹത്തെ മാറ്റിയെടുത്തു. You know, the reason we 4 gathered together was actually we had many needs, but we made a decision we're going to put our needs aside and truly seek the Lord and know Him. 2020 എല്ലാവരും ലോക്ക്ഡൌണിലേക്ക് അകത്തേക്ക് പെട്ടുപോയപ്പോൾ 2020 ഞങ്ങൾ
വളരെ കുറച്ചു പേര് മാത്രം ദൈവത്തിന്റെ സന്നദ്ധിയിൽ കൂടി വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ എക്സ്പീരിയൻസും എൻകൗണ്ടറും എന്താണെന്ന് ഞങ്ങൾ പേഴ്സണലി ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. You know, in 2020, because of the lockdown, many people went away from the Lord. But the four of us, God, the Holy Spirit started encountering us in unexpected ways, and we started growing in our walk with the Holy Spirit. കൂട്ടത്തിന്റെ വലിപ്പമോ അല്ലെങ്കിൽ കൂട്ടത്തിനകത്ത് എത്രത്തോളം ജ്ഞാനമുണ്ടോ എന്നുള്ളതല്ല കാര്യം. ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കാൻ ഒരു ഹൃദയമുണ്ടോ എന്നുള്ളതിനകത്താണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. Amen. Let me tell you, it's not about the size of your prayer fellowship. It doesn't matter how many are there. Do you truly have a united desire to know the Lord? കൂട്ടത്തിൽ 10 പേരോ 10,000 പേരോ ഉണ്ടെങ്കിലും ഹൃദയം ഒന്നല്ല എങ്കിൽ, ഹൃദയത്തിലെ ആഗ്രഹം ദൈവം ആഗ്രഹിക്കുന്നതിന്റെ പിറകെ പോവുക എന്നുള്ളതല്ല എങ്കിൽ, ആ കൂട്ടത്തിന്റെ വലിപ്പം കൊണ്ടോ ആ കൂട്ടത്തിനകത്ത് എത്ര ബഹളം വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എത്രത്തോളം ദൈവസന്നിധിയിൽ ഇരുന്നെന്ന് പറഞ്ഞാലോ അതുകൊണ്ട് ഒരു കാര്യമില്ലാതായി തീരും. Amen. You know, it doesn't matter whether your numbers are like 10,000s. If your heart is not united and seeking what the Lord desires for you, it doesn't matter how much noise you make or how long you sit in His presence. If your heart's desires don't align with His desires, you're not going to be blessed. 4, 5 ആയി 5, 6 ആയി 6 10 കയറി അങ്ങനെ ഞങ്ങൾ പോലും അറിയാൻ വയ്യാത്ത വ്യക്തികളുമായി ദൈവം അത് കഴിഞ്ഞുള്ള കാലങ്ങളിലേക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാനൊക്കെ തുടങ്ങി. And then soon, for the number 4 that we were, 4 of us grew to 5, 6, 7, and soon the Lord started connecting us with people that we had no clue about. ഇന്നും ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യാത്ത അധികം പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, പേഴ്സണലി ഞങ്ങൾക്ക് വലിയ ധാരണ ഇല്ലാത്ത വ്യക്തികളെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്തത്. Even today, we are connected through prayer to people that we haven't personally met or seen, but we have a spiritual connection. ഈ കൂട്ടത്തിന്റെ അകത്തുണ്ടായിരുന്ന ഒരു വലിയ പ്രത്യേകത, ഞങ്ങൾക്ക് ആർക്കും ഒരു ഞങ്ങളെ ശുശ്രൂഷിക്കാൻ ഒരു പാസ്റ്ററോ അങ്ങനെ ഒരു വ്യക്തികളോ കടന്നു വന്നിട്ടില്ല. ഞങ്ങളെ ശുശ്രൂഷിക്കാൻ കർത്താവ് തന്നെ നേരിട്ട് ഇറങ്ങി വരുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങി. Amen. And in our prayer group, we never had a leading pastor or minister. The Lord started teaching us how to do ministry. ഞങ്ങൾ അവിടെ കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾ പോലും അറിയാത്ത നിലയിലും നിലവാരത്തിലും പ്രവചനത്തിന്റെ ശബ്ദങ്ങളും രോഗശാന്തിയും അന്യഭാഷകളും ഞങ്ങൾ പോലും അറിയാത്ത നിലയിൽ അത് ദൈവം ഞങ്ങൾക്ക് തന്നൊരു വലിയ ഗിഫ്റ്റുകൾ ഒന്നായിരുന്നു. ഒന്നും അറിയാത്തവന് എല്ലാം അറിയുന്ന ദൈവം ഇറങ്ങി വന്ന് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം. You know, the Lord Himself would come in our prayer midst and He would teach us how to prophesy, how to release the gift of healing. We were a people taught by the Lord Himself. ഇന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഒന്നും ആയിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒറ്റ കോൺഫിഡൻസ് ഉള്ളത്, ഞങ്ങളെ ട്രാക്ക് മാറി പോകാതെ വിട്ടുപോകാതെ ഞങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവം, ആ കർത്താവാണ് ഇതിന്റെ നായകനും നടത്തിപ്പുകാരനായി നിൽക്കുന്നത്. Even today, we have one bold confidence. We know we have not arrived, we haven't achieved much, but the Lord, our bold confidence is the Lord is the one who guides us and protects us from running in the wrong track and staying the track and running this race with faithfulness. ആ കൂട്ടത്തെയാണ് ദൈവം ഇന്ന് പല ദേശങ്ങളിലും പല നാടുകളിലും പല വ്യക്തികളുടെ ഇടയിലും പല കുടുംബങ്ങളിനകത്തും ഇന്ന് അവർക്കൊരു വലിയ മാറ്റമായി തീരത്തക്കവണ്ണം ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. And the Lord is using each person who gets connected with us to work mightily for the Lord in different parts of the world. അങ്ങനെ ഉപയോഗിച്ചൊരു കൂട്ടായ്മയുടെ ഒരു പങ്കുകാരി മാത്രമാണ് ഞാൻ. ആ കൂട്ടത്തില് ഞങ്ങളെ നടത്തിയതും ഞങ്ങളെ ഇപ്പോൾ കൊണ്ടുവന്നോണ്ടിരിക്കുന്ന ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ ഈ മെസ്സേജ് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുകയും എന്നോടൊപ്പം എനിക്കറിയാം ആത്മാവ് യുണൈറ്റഡ് ആയിട്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്റെ കൂടെ ഈ കാറിനകത്തിരിക്കുന്നത്. And I know I'm just one member of this fellowship, and 2 others from this fellowship are part of me, that we have grown together, we have been taught by the Lord. 2024 പേഴ്സണലി എന്നെ മരണത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്ത ഒരു വർഷമായിരുന്നു. In 2024, the Lord delivered me from death. ദൈവത്തിന്റെ സമയം എന്താണെന്നും കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവ് എങ്ങനെ നമ്മളെ കരുതുന്നു എന്നും പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വർഷമായിരുന്നു 2024. In 2024, I experienced what it means to be delivered and healed by the Lord.
ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മെഡിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചാൻസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിന്റെ നടുവിൽ ദൈവം എന്നെ ചില ടെസ്റ്റുകൾക്ക് വിധേയമാക്കി തീർത്തു. ആ ടെസ്റ്റിൽ നിന്ന് ദൈവം എനിക്ക് വേണ്ടുന്ന വിടുതലിനെ ഒരാഴ്ചക്കകം തന്നെ കരുതുകയും അതിനകത്തുനിന്ന് ഞാൻ എന്നെ ദൈവം തിരിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്തൊരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. So in 2024, I went through some medical diagnosis that was life-threatening, and the Lord brought me out of it victoriously. Within a week, things resolved. I went through surgeries and I came out of it whole. ഞാൻ ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു കംപ്ലീഷനകത്ത് അല്ലെങ്കിൽ ഒരു ഫുൾ പിക്ചറിനകത്തേക്ക് ഞാൻ കയറാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവം വിശ്വസ്തനാണെന്നും അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു ദൈവമാണെന്നും മാത്രം ടെസ്റ്റിഫൈ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I don't want to give you all the details of those medical procedures and problem, but what I want to tell you is the Lord is faithful and He's able to bring us out of any circumstance. ഞാൻ അന്ന് കടന്നുപോയ സാഹചര്യം 5 വർഷത്തിന് മുൻപേ ഞങ്ങൾ 2 പേരുടെയും ഇടയിലേക്ക് ദൈവം തന്ന വിഷന്റെ സാക്ഷാത്കാരമായിരുന്നു. And even the experience I went through this past year, even 5 years before that, the Lord had given both of us a vision about this. അപ്പോ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അവൻ ഒരു കാര്യം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ ശക്തനും അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ അതിശക്തനുമായ ഒരു ദൈവം. So let me remind you, if God gives you a word, He's more than able to fulfill it. It doesn't matter how long it takes. ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വാക്ക്, identify yourself in Christ. Amen. The word is identify yourself in Christ. അതിന് ആധാരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ in the Bible is ജോബിന്റെ പുസ്തകമാണ്. And the favorite verse that I associate with that word is from the book of Job. ഈ ഇയ്യോബിനെ പറ്റിയിട്ട് എനിക്ക് ഞാൻ വചനത്തിനകത്ത് വായിച്ചതിനേക്കാൾ അധികമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് കാണിച്ചു തന്നൊരു വിഷൻ ഉണ്ടായിരുന്നു. God, more than what I read about Job in the Bible, God has shown me a vision about Job. ആക്ച്വലി ഇതൊരു വിഷൻ അല്ലായിരുന്നു, അതൊരു ഡ്രീം ആയിരുന്നു. ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവം എനിക്ക് എന്നെ കർത്താവ് ഒരു മേഘത്തിന്റെ മുകളിലായി കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് കർത്താവ് എനിക്ക് ഒരു കാഴ്ച എനിക്ക് കാണിച്ചു തന്നു. In a dream at night, the Lord took me up and I was standing above the clouds and He showed me something. ഞാൻ കാണുന്നത് 2 സിറ്റുവേഷൻസ് ആയിരുന്നു. I saw 2 different situations. അതിൽ ഒരു ഭാഗത്ത് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അതിനകത്ത് ഒരു നല്ല രീതിയിലുള്ള ആഘോഷങ്ങളും സെലിബ്രേഷനും പാർട്ടിയും ഒക്കെ നടക്കുന്നു. അതിനകത്ത് ഒരു പറ്റം ചെറുപ്പക്കാരും ആളുകളും ഒക്കെ ആയിട്ട് അതിനകത്ത് നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. And I saw a vision that on one side we see that there is partying and a tent happening. മറ്റൊരു വശത്ത് ഞാൻ കാണുന്നത് ഒരു അത്യാവശ്യം പ്രായമുള്ള മധ്യവയസ്കനായ ഒരു മനുഷ്യൻ അവന്റെ സേവകന്റെ കൂടെ നിൽക്കുന്നു. ഒരു യാഗപീഠം പണിത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതിന്റെ മീതെ യാഗമൃഗത്തെ കൊണ്ടുവരാൻ റെഡിയാക്കി വെച്ചാൽ ഒരു യാഗം കഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളെയും റെഡിയാക്കി സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കാണിച്ചത്. And then on the other side, I saw a tent where there is a man an older man ready to conduct a sacrifice. I see these 2 visions standing above the clouds. അപ്പം കർത്താവ് എന്നോട് പറയുന്ന കാര്യം, ഈ കാണുന്ന മധ്യവയസ്കനായ മനുഷ്യൻ അവൻ ഇയ്യോബാണ്. ആ അപ്പുറത്തെ സൈഡിൽ കാണുന്ന കൂടാരത്തിനകത്ത് കാണുന്ന ചെറുപ്പക്കാര് അത് ഇയ്യോബിന്റെ മക്കള് തങ്ങളുടെ സെലിബ്രേഷൻസിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് നീ കാണുന്നത്. And then he said, what you're seeing is about Job, and then the other side, what you're seeing is his children celebrating. അത് കഴിഞ്ഞുള്ള കുറച്ച് ഇയ്യോബിന്റെ കൂടെ സഞ്ചരിക്കാൻ ഒരു അവസരം തന്നു. And then God gave me an opportunity to travel in the spirit realm with Job. അതിനകത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയ്യോബ് തന്റെ ലൈഫിൽ ഒരു പാപവും നിലനിൽക്കാൻ അനുവദിക്കാതിരുന്ന ഒരു മനുഷ്യൻ. Job was a man that would not allow any sin to continue in his life. Hallelujah. Hallelujah. Sarah, you're breaking up.
Hallelujah, hallelujah, hallelujah. Lord, we worship you. We worship you. Yes, Lord. Let us be a people who will not tolerate sin, Lord. Hallelujah, hallelujah. When sin enters, Lord, give us the wisdom to fight against it, Lord, not to allow sin to prevail. Let your life-giving spirit, Lord, control those tendencies of sin in our lives. Bring us all to a point of spirit control, that the Holy Spirit would control us, Lord. Thank you, Lord. Thank you, Lord, that you're instructing us through the life of Job, through the life of what it means to be led by the Spirit. Let us be a people who are led by you, Holy Spirit. Hallelujah. Hallelujah. Rakarabe shimbere korontara galandere bashamboro balandere kadere kadere. Thank you, thank you, thank you, Lord. As we cross over into 25, Lord, let your presence, Lord. Lord, that we would be a people who are controlled by you, Holy Spirit, at all times, Lord. Help us to overcome by the strength of the Spirit. We pray, Rabalandere Karandoro Beshimbere Kolontara Garandere Bashambolodere Kadere Kadere. Lord, we might be few in number, but like Sarah shared, Lord, teach us, Lord. Be our teacher, be our guide, oh Lord. Lead us, Lord. Show us, Lord, where. Thank you, Lord, that you are here in our midst to teach us. Hallelujah. Rabalandere Karandere Bashamboro Balandere Karandere Bashamboro Balandere Karendarantarimbarampa. What do you want us to know this morning, Lord? Yes, hallelujah, hallelujah. Hello. Yes, now we can hear you. Yes, Go I'm ahead. sorry. That's ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതിനകത്ത്. Yeah, you're breaking up a little bit, but let's try. Am I audible now? Go ahead. I will be connecting from Gina Ji's phone. Okay. Okay. I will be connecting from Am I Gina. audible now? Yes, we can hear you. Okay. 1 second. Just let me disconnect. Yeah. Okay. So ഇയ്യോബിന്റെ കാര്യത്തിനകത്ത് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. അവന്റെ ലൈഫിൽ അവൻ ഒരു രീതിയിലും പാപത്തെ വെച്ച് പൊറുപ്പിക്കുന്ന ഒരു മനുഷ്യനല്ല എന്നുള്ളത്. Amen. So what God taught me about the life of Job is he was a man who would not tolerate sin and allow sin to grow in his life. പ്രവണത ആ കുടുംബത്തിനോ അതിനകത്തുള്ള വ്യക്തികൾക്കോ ഇല്ലാത്തൊരു സാഹചര്യം ഇയ്യോബ് അവിടെ മാതൃകയായി തീരുകയും ഇയ്യോബ് അത് തന്റെ ലൈഫിലും തന്റെ കുടുംബത്തിലും നിവൃത്തിയാക്കി തീർക്കുകയും ചെയ്യുന്നതിനെ കാണിക്കാൻ സാധിക്കും. And what we see from the life of Job is that if there was sin in anyone committed sin in his family, he was the example. He would stand up and pray against it and break its influence. തന്റെ മക്കൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും പാപം ഇൻവോൾവ് ആണെങ്കിൽ അത് അധികം സമയം കഴിയാൻ സമ്മതിക്കാതെ അത് തീരുന്ന പോയിന്റിൽ തന്നെ അവിടെ ഒരു യാഗം കഴിക്കുകയും തന്റെ പാപങ്ങൾക്കോ തന്റെ കുടുംബത്തിലുള്ള വ്യക്തികളുടെ പാപങ്ങൾക്കോ ഇടിവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇയ്യോബിനെ കാണുവാൻ സാധിക്കുന്നത്. We see Job as a man who would preemptively do things, right? He would look ahead and anticipate if his children are going to commit sin, he would conduct a sacrifice and pray for their protection and pray against it. It was not like he was assuming എന്തെങ്കിലും പാപം നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ if there is any possibility that there will be a sin happening in anyone in his family or in his life, അവിടെ അതിനെ വെച്ച് താമസിപ്പിക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്ന ഒരു നായകനായ ഒരു കുടുംബത്തിന്റെ തലയായ ഒരു വ്യക്തിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. We see in Job a leader who would see any possibility of sin, he would pray and make sure that that was cut off. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ നിന്ന് ടെസ്റ്റിഫൈ ചെയ്യുന്നത് അവനെ പോലെ നീതിമാനായ ഒരു മനുഷ്യനെ കാണുവാനായിട്ട് വേണ്ടിയില്ല എന്ന്. And that is why the Holy Spirit testifies about Job. In the very first chapter, there was a man who he was blameless before God. ഈ പാപം ഇല്ല എന്നുള്ളത് മാത്രമല്ല അവന്റെ ജീവിതത്തിലോ എന്ന് വെച്ചാൽ ദൈവം ഒരു കുടുംബത്തെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ ഒരു വ്യക്തി അവനിൽ തന്നെ നോക്കി അവനെ മാത്രം ശുദ്ധീകരിക്കുക എന്നുള്ളതല്ല. തന്റെ കുടുംബത്തിൽ ഏതൊക്കെ വ്യക്തികളുണ്ടോ അവരുടെ ലൈഫിലും
പാപമോ തെറ്റോ കുറ്റമോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം കുടുംബത്തിന്റെ നായകനായി നിൽക്കുന്നത്. You know, a leader of a family is a man who is not only perfect and without sin in his own life, but he's also responsible for all his family members. He was perfect and upright and one that feared God and stayed away from evil. ഇതൊരു കുടുംബത്തിന്റെ മാത്രം അവസ്ഥയല്ല. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഏത് മേഖലകളിൽ നോക്കിയാലും നമ്മൾ ആ മേഖലകളിലെല്ലാം വിശ്വസ്തനും ദൈവസന്നിധിയിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിൽക്കുന്ന വ്യക്തികളുമായി തീരണം. We have to be a leader like this, not just for our family, but for any group that he has entrusted you. We need to be the one standing in the gap for the people entrusted to us. ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ മാത്രം നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി തീർത്തിരിക്കുന്നതല്ല. എന്റെ കൂടുള്ളതും എന്റെ ചുറ്റിനുമുള്ള ഓരോ വ്യക്തികൾക്കും ഞാൻ കാരണം നന്മയായി തീരാനും ഞാൻ ത്രൂ ദൈവത്തെ അവർ അറിയാനും കാരണമായി തീരണം. You know, if the Lord has appointed, if we have known the Lord, it's a responsibility that through us, the people connected with us will also come to that same level of intimacy and knowledge with God. അതുകൊണ്ടാണ് പല ഭാഗങ്ങളിലും വചനത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഞാൻ ദൈവസന്നിധിയിൽ ഒരു ഫ്രാഗ്രൻസ് ആയി തീരണം എന്നുള്ളത്. And that's why we read several times in the scriptures that we become a fragrance before God. ഈ സുഗന്ധത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് എവിടെ നിൽക്കുന്നു അതിന്റെ ചുറ്റിനുമുള്ള വ്യക്തികളോ അല്ലെങ്കിൽ വസ്തുക്കൾക്കോ അതിന്റെ സുഗന്ധത്തിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് പകരുകയും ആ സുഗന്ധം അത് പരക്കുന്നത് ഒരു സുഗന്ധമാണ് എന്ന് മറ്റുള്ളവർക്ക് രുചിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്ന നിലവാരത്തിലുള്ളതായിരിക്കും ഫ്രാഗ്രൻസ്. You know, any fragrance like a perfume, the beauty of it is once you spray it, that is going to spread. Even things around it will absorb that smell and become a fragrant aroma. ഈ പെർഫ്യൂം അടിച്ചവൻ ഒരു പ്രത്യേകത ഉണ്ട്. അവൻ പോയി കെട്ടിപ്പിടിക്കുന്ന എല്ലാത്തിനും കെട്ടിപ്പിടിച്ച വസ്തുവിന്റെ മേലും ആ മണം വരും. You know, once you spray perfume on yourself and you hug others, even others are going to catch that fragrance from you. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നിൽക്കുന്നിടത്തും ഞാൻ കണക്റ്റഡ് ആകുന്നതുമായിട്ടുള്ളതിനകത്ത് എന്റെ സ്വഭാവമാണോ ക്രിസ്തുവിന്റെ സ്വഭാവമാണോ ഞാൻ പകർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. Can we pause for a minute and meditate? You know, where I'm standing, is it my behavior that other people are smelling, or are they smelling the aroma of Christ in me? ഞാൻ നിലനിർത്തുന്ന സാക്ഷ്യം അത് ദൈവത്തിന്റെ സന്നിധിയിൽ സുഗന്ധമുള്ള യാഗമായി തീരുമോ, അതോ ദൈവത്തിന് ഒരിക്കലും താല്പര്യമില്ലാത്ത നിലയിലുള്ള വസ്തുവായി തീരുവാൻ എന്റെ പ്രവർത്തികളും എന്റെ സാക്ഷ്യവും ഇടയായി തീരുന്നുണ്ടോ? You know, where we are standing, our life and our testimony, is that a fragrant aroma before Christ? എന്നെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അംബാസഡർ ആയി തീരാനായിട്ട് വേണ്ടിയാണ്. Each of us are appointed as an ambassador of the kingdom of God. ഞാൻ ദൈവരാജ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ക്യാരക്ടറാണോ പ്രദർശിപ്പിക്കുന്നത്? എന്റെ പ്രവൃത്തിയും എന്റെ വാക്കുകളും ഞാൻ നോക്കുന്ന നോട്ടവും എന്റെ ഹൃദയത്തിനകത്ത് നടക്കുന്ന ചിന്തകളും ഇത് ദൈവരാജ്യത്തിന് ഉതകുന്നതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് തുടങ്ങി അതിനകത്ത് എവിടെങ്കിലും എന്തെങ്കിലും ഒരു കോട്ടം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 2024 തീരുന്ന ഈ പോയിന്റിൽ, ഇനി ഏതാനും മണിക്കൂറുകളെ മുൻപിലുള്ളൂ, ഈ പോയിന്റിൽ അതിനെ ഏറ്റു പറഞ്ഞ് ഒരു പുതിയ വ്യക്തിയായി ഒരു പുതുക്കത്തിനകത്തേക്ക് 2025 പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമോ? If we think that our life, the aroma produced from our life and our testimony is not beneficial for the kingdom of God, can we pause for a minute and confess and say that as we reach the end of 24 and enter into 25, that we are going to be changed, that we will enter as a renewed person with the aroma of Christ? 2025 നമുക്ക് ഒരു രീതിയിലുള്ള ചാക്കുകെട്ടുകളോ ഗോഡൻസോ ഒന്നും വേണ്ട. എല്ലാം ഈ 24 ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോവാം. Amen. We don't want to enter 25 with any burdens, anything from 24. Let's lay it all down here in 24. 2025 കയറുമ്പോൾ
2024 ഉണ്ടായിരുന്ന സാറ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രം ഉണ്ടാകുന്ന നഷ്ടമാണ്. 2025 ഇവൾക്കൊരു മാറ്റമുണ്ട്, ഇവളിൽ എന്തോ ഒന്ന് വ്യത്യസ്തമായി ഞാൻ കാണുന്നു, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ഒരുവനിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്തത ഇവളിൽ കാണുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ ക്രിസ്തുവിൽ പലതിനെയും നേടുവാൻ തുടക്കമായി തീരുന്നത്. Amen. If we enter 24 the same way we are today, if the same Sarah enters 24, it is not a gain. But if there is a transformed Sarah that enters into 25, that is when the work of the Lord will begin. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ചില ഐഡന്റിറ്റികൾ. And this is the identity change the Lord is seeking today. ഈ ഇയ്യോബിന്റെ ലൈഫിനകത്തുണ്ടായിരുന്ന ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ he knew what he was in Christ. Job knew his identity and who he was in Christ. അതുകൊണ്ട് തന്നെയാണ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വന്ന് നിന്ന് തനിക്കാകുന്ന എല്ലാ രീതിയിലുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടിരിക്കുമ്പോഴും ജോബ് ഓരോ ബ്ലെയിമിനകത്തും അവൻ ആരാണ് എന്ന് സ്ഥാപിക്കുന്ന നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വന്നുകൊണ്ടിരുന്നത്. And that is why when his friends were accusing him non-stop in the book of Job, he was able to make statements that clarified who he was in Christ. 1 മുതലുള്ള അധ്യായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ സ്റ്റേറ്റ്മെന്റും 4 സുഹൃത്തുക്കളും വന്ന് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. നിനക്ക് ദൈവത്തിന് അത്രയും ജ്ഞാനമില്ല, നീ ദൈവം കാണുന്നത് പോലെ പല കാര്യങ്ങളെയും കാണുന്നില്ല. അവര് പറയുന്ന എല്ലാ കാര്യങ്ങളിനകത്തും ഒരുപാട് ആത്മീയത നമുക്ക് തോന്നുമ്പോഴും ഇയ്യോബ് തന്റെ നിലപാടിൽ ശക്തമായി നിൽക്കാനുള്ള റീസൺ ഇയ്യോബിന് അറിയാമായിരുന്നു അവൻ ആരാണ് ക്രിസ്തുവിൽ എന്നുള്ളത്. Even though his friends would come and say many things to him that sounds very spiritual and correct, Job was not shaken from his identity of who he was in Christ. ഞാൻ ആ അധ്യായങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഇയ്യോബിന് പകരം എന്നെയാണ് അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഒരു 10,000 വട്ടം ഞാൻ അവിടെ ഇരുന്നിട്ട് മനസ്താപപ്പെട്ട് റിപ്പൻഡ് ചെയ്തോണ്ടിരുന്നതിന് കർത്താവെ എന്നിൽ നിന്നൊന്ന് വയറ്റിട്ട്. പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ആരാണെന്നും ഞാൻ ഏത് ക്യാരക്ടറിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതും അത് പറയുക മാത്രമല്ല, അതിനെ കൺഫെസ് ചെയ്ത് അവിടെ ഉപേക്ഷിച്ച് തിരിച്ച് അതിനകത്തേക്ക് കയറുന്ന ഒരു പ്രവണതയല്ല. അവിടെ അതിനെ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും എന്നിൽ സ്ഥിരമായ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിക്കാനും സാധിച്ചാൽ അവിടെയാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ കയറുവാൻ സാധിക്കുന്നത്. When I put myself in Job, what he went through, I thought if it were me, I would have repented like 10,000 times. I would cry with every accusation of a friend. I would repent, but return to those old ways. But what Job did is he moved on, right? He knew his identity, and if there was sin, he moved on. He never returned to his old ways. He was steady and constant in his identity in Christ. നമുക്ക് വരുന്ന ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പാപത്തെ ഐഡന്റിഫൈ ചെയ്യുകയും അശുദ്ധിയെ തിരിച്ചറിയുകയും അതിനെ ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ഒക്കെ ചെയ്യും. എന്നാൽ അടുത്ത നിമിഷം പലപ്പോഴും ഞാൻ ചെയ്യുന്നത് എന്റെ പ്രവർത്തികൾ എന്റെ പഴയ പടിയിലേക്ക് മാറിപ്പോവുക എന്നുള്ളതായിരിക്കും. But many times a mistake we all make is we might even identify the pattern of sin, we repent, we confess, but then again when that situation comes, we go back to our old ways. എനിക്കൊരു സ്ഥിരതയില്ല എന്നുള്ളതാണ് പലപ്പോഴും എന്റെ പ്രശ്നം. Oftentimes it's the lack of consistency that is a problem in our life. വചനത്തിനകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്, സ്ഥിരതയോടെ ഓടുന്നവൻ മാത്രമേ ബിരുദ പ്രാപിക്കൂ. Only the one who runs with stability, with consistency, is going to win the crown. എന്നും പാപം ഏറ്റുപറഞ്ഞ് ഒരേ പാപത്തിന് വേണ്ടി ഏറ്റുപറഞ്ഞ ആ സ്ഥിരതയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ തിരിച്ചു പോകാതെ പുതിയ നിലയിലും നിലവാരത്തിലും കയറിപ്പോകുന്ന ചിലതിനാണ് ബിരുദ പ്രാപിക്കാൻ ദൈവം ഇടയാക്കി തീർക്കുന്നത്. The one who's going to be victorious, who will receive the crown, is one who doesn't go in cycles of repentance and return to old patterns of behavior, but one who moves to a higher level. Each time we repent, we move ahead. നമ്മുടെ പേഴ്സണൽ ക്വയറ്റ് ടൈമിനെ ഒരു നിമിഷം അനലൈസ് ചെയ്താൽ നമുക്കറിയാം, ഇന്നലെ ഏറ്റുപറഞ്ഞ അതേ പാപമായിരിക്കാം ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. Analyze the quality of your personal quiet times. What sins are you truly repenting of? Is it the same sin you repented 2 days ago of? ദൈവം നമുക്ക് തന്നൊരു വലിയ പ്രിവിലേജ് ആണ് അവന്റെ തിരുമേശ എന്ന് പറയുന്നത്. The Lord's table is a privilege we have.
ആ തിരുമേശ പങ്കുകൊള്ളുവാൻ ചെല്ലുന്നതിന് മുൻപേ പാപങ്ങളെ ഏറ്റു പറയുന്ന ലിസ്റ്റ് അത് എല്ലാ ആഴ്ചകളിലോ അല്ലെങ്കിൽ എല്ലാ മാസവും സെയിം ആണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. Every time you go to partake in the communion, we do a self-examination, right? And take time to analyze what are those things we are confessing before God. Is it the same every time? ഇത് സെയിം ആണെങ്കിൽ സാത്താന്റെ ഏറ്റവും ഈസി വിക്ടിംസ് ആണ് നമ്മൾ ഓരോരുത്തരും. If our list looks the same each time before we take communion, that we are repenting for the same issues, then we are an easy target for Satan. ഒരു കാര്യം വളരെ ഈസി ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കും, സാത്താൻ അധികം അധ്വാനിക്കാതെ എത്രയും പെട്ടെന്ന് ട്രാക്ക് തെറ്റിക്കാനും വീഴിക്കാനും പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. You know, we are all easy victims for the enemy to derail us and to make us lose our track of where that we are called to run in. ഇയോബിന്റെ കാര്യത്തിനകത്ത് ഞാൻ ഒരു വ്യക്തി പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഇയോബിനെ തെറ്റിച്ച് കളയാനായിട്ട് വേണ്ടി സാത്താൻ അവന്റെ എല്ലാ റാങ്കിലുമുള്ള ആളുകളെ പിടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. I heard somebody preach about Job like this, that Satan used all kinds of people from every rank of life in Job's life to derail him. കാര്യം ഇതിനകത്ത് രസകരമായിട്ട് എനിക്കത് പിക്ചർ ആക്കി തന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആദ്യം ഈ പഞ്ചായത്തിലുള്ള അധികാരികളായിട്ടുള്ള കുട്ടിച്ചാത്തന്മാരെയൊക്കെ പിടിച്ചു നിർത്തി ഒന്ന് തെറ്റിക്കാൻ നോക്കി, ഒരു രക്ഷയില്ല, അവന്റെ വേലി പൊളിയുന്നില്ല. അടുത്തത് ആ ഡിസ്ട്രിക്റ്റിൻ്റെതായിട്ട് മേധാവിത്വത്തിൽ നടക്കുന്ന സാത്താന്റെ കുറച്ച് പിന്നെ റാങ്ക് ഹോൾഡേഴ്സിനെ പിടിച്ചു നിർത്തി ഒന്ന് നോക്കി, അനങ്ങുന്നില്ല. ദേശത്തിൻ്റെത് ഇറങ്ങി, അതിലും മേലെയുള്ളത് ഇറങ്ങി, ആകാശശക്തികൾ ഇറങ്ങി, ഒരു രക്ഷയും ഇല്ലാതെ വന്ന് ഇവനെ ഒരു രീതിയിലും തകർത്ത് കളയാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് സാത്താൻ സ്വയം ഇറങ്ങി ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിൽക്കുന്നതും ഇയ്യോബിന് വിരോധമായി വാദിക്കാൻ നിൽക്കുന്നതുമായിട്ടുള്ള അങ്ങനെ ഒരു ചിത്രത്തെ ദൈവം ഒരു പ്രീച്ചറിലൂടെ എനിക്ക് കർത്താവ് കാണിച്ചു തന്നു. And I saw this imagery that somebody shared in his message. It's like Satan tried the city level enemies or his demonic agents who are appointed for cities. Then he tried like a county level, then national level, then principalities. And finally, Satan himself appeared before God and started accusing Job and presenting a case against Job. ഇയ്യോബിന് പകരം ഞാനായിരുന്നെങ്കിൽ സാത്താനെ പോയി വാദിക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കുമായിരുന്നോ, അതോ ഈ കുട്ടിച്ചാത്തന്മാരെ വിചാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന രീതിയിലുള്ള സ്ഥിരതയെ എനിക്കുള്ളൂ? You know, if I was in Job's place, do you think I would have survived these levels, or even those little demons at a city level would have overcome me? അതിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സാത്താൻ വന്ന് ആക്ഷേപം പറയുന്നതിന് മുൻപേ തന്നെ ദൈവത്തിന് ഇയ്യോബിനെ പറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവൻ പറയുന്നതിന് മുന്നേ പറയുന്നത്, നീ എന്റെ ദാസനായിട്ടുള്ള ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു, അവന്റെ പ്രവർത്തികളെ നീ സൂക്ഷിച്ച് നോക്കുന്നുണ്ടെന്നും നീ കുറെ നാളായിട്ട് അവനെ തകർത്ത് കളയാൻ പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിന്നേക്കാൾ നന്നായിട്ട് ഇയ്യോബിനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ആ കോൺഫിഡൻസോടെ ഞാൻ നിന്റെ മുൻപിൽ വെക്കുകയാണ്, ഇവനെ പോലെ ബ്ലെയിംലെസ് ആയ ഒരുവനെ ഞാൻ ഇതുവരെയും ഈ ഉലകത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത്. You know, even better than that, not only the fact that Job could overcome the attacks from multiple levels, right? City, state, county, national level, he overcame all that. But greater is that by the time Satan reached God and presented the case, the confidence with which the Lord replied, which is from Job 1:8, the Lord asked Satan, have you noticed my servant Job? God himself used Job as an example. He said, he is the finest in all the earth and he's blameless, a man of complete integrity who fears God and stays away from evil. എല്ലാ കാര്യങ്ങൾക്കും പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചു പറയുന്ന നമ്മള് എല്ലാ കാര്യങ്ങളിലും അനുവാദവും ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ വെക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് നമ്മളെ പറ്റി ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുമോ ഇല്ലയോ? അതാണ് ഇന്നത്തെ ഈ 2025 തുടങ്ങാൻ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് എടുക്കേണ്ട ഒരു തോട്ട്. You know, those of us who are always crying out for wisdom and guidance to the Holy Spirit, the biggest question I have for you is, in 2025, does the Lord have confidence about us like this, that we are blameless and we are a man of complete integrity? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം ഹോളി സ്പിരിറ്റ്, പക്ഷെ ഹോളി സ്പിരിറ്റിന് ബെസ്റ്റ് ഫ്രണ്ട് ആകത്തക്കവണ്ണമുള്ള സ്റ്റെബിലിറ്റി എനിക്കുണ്ടോ ഇല്ലയോ?
Amen. I may call the Holy Spirit my best friend, but can the Holy Spirit call me his best friend based on my stability and my consistent walk with him? എന്റെ ഒരു കൊളീഗ് എന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കർത്താവ് ആരാന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പം എന്നോട് ആ വ്യക്തി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ രസകരമായിട്ട് അന്നേരം തോന്നിയെങ്കിലും ഇന്നിപ്പോ ഞാൻ ഈ മെസ്സേജ് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് അതിന്റെ ഒരു വലിയ പ്രസക്തി എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. You know, I'm going to share, I'm reminded of a statement that one of my colleagues made when we were traveling together. ആ വ്യക്തി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ കർത്താവിനെ കാര്യമായിട്ട് നീ കൊണ്ട് നടക്കുന്നൊക്കെ, then what is your relationship with Jesus? ആ സമയത്ത് ഞാൻ പറഞ്ഞ മറുപടി കർത്താവ് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവൾ എന്നോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഓക്കെ, നിനക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആണ്, പക്ഷെ കർത്താവിന് തോന്നുന്നുണ്ടോ നീ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും കർത്താവിനെന്നുള്ളത്? And my friend asked me, you know, you talk a lot about God. What's your relationship with God and with Jesus? And then I said, he is my best friend. Then my friend asked me back, okay, you think he's your best friend, but does he think you are his best friend? അത് അന്നേരം കേട്ടപ്പോ ഞാൻ ചിരിച്ചെങ്കിലും ഞാൻ അത് കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന സമയത്ത് ഞാൻ ഒന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, അങ്ങക്ക് എപ്പോഴെങ്കിലും കോൺഫിഡന്റ്ലി എന്നെ പറ്റി പറയാൻ സാധിക്കുമോ? സാറ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ഐ ക്യാൻ ട്രസ്റ്റ് ഓൺ ഹർ. എനിക്ക് അവളെ പറ്റി നല്ല കോൺഫിഡൻസ് ആണ്. ഞാൻ എന്ത് ടാസ്ക് അവളുടെ കയ്യിൽ കൊടുത്താലും, എന്ത് വിഷയങ്ങൾ കൊടുത്താലും അവള് ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറമായി പുറത്തു വരും എന്ന് കർത്താവെ അങ്ങക്ക് കോൺഫിഡന്റ്ലി പറയാൻ സാധിക്കുമോ എന്നുള്ളത്. And that question continued in my mind. I pondered on it. Can the Lord truly say, yes, Sarah is my best friend. Whatever I desire for her to do, she will do it. Do I have that bold confidence that she will do all that is in my heart for her? ഇന്നും എനിക്ക് ഇതിനുള്ളൊരു മറുപടി പൂർണ്ണതയിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റിക്കകത്തേക്ക് പ്രവേശിക്കാതെ, ദൈവം ആഗ്രഹിക്കുന്ന നിലപാടിലും നിലയിലും നിലവാരത്തിലും ഞാൻ കയറാതെ, എനിക്ക് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു റിലേഷൻഷിപ്പിനകത്തോ അതിനകത്തുള്ള ഒരു ഫെയ്ത്ത്ഫുൾനെസ്സിനകത്തോ ഒക്കെ പ്രവേശിക്കാൻ സാധ്യമാകത്തില്ല. Even today, I'm not certain I have reached an answer to that question. Have I reached that level of consistency where my God can rely on me in every circumstance? ദൈവം ആഗ്രഹിക്കുന്ന ആ പ്രവൃത്തിയുടെ ഫുൾനെസ്സിനകത്തേക്ക് ഞാൻ പ്രവേശിക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടറിന് ശേഷം എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് ആ ക്യാരക്ടറിലുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ്. So the two things I need is, first, I need to enter that character that God desires for me, and then to remain stable, to have that stability to remain in that character. ഞാൻ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റിക്ക് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് കർത്താവ് എന്നോട് പറയുന്നത്, വിശ്വസ്തനായ ദാസനെ, അത്യല്പത്തിൽ നീ വിശ്വസ്തനെങ്കിലും അധികത്തിൽ ഞാൻ നിന്നെ വിചാരകനാക്കും എന്നുള്ളത്. Amen. That is when I will hear that statement, my faithful servant, you have been faithful in the little I entrusted to you, so I'm going to give you much more. Morning, Mike. അങ്ങനെ ഞാൻ കയറുന്ന നിമിഷം, അപ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന, ഭൂമിയിൽ ദൈവം എന്നെ പറ്റി ആഗ്രഹിക്കുന്ന കാര്യങ്ങളിനകത്ത് ഒരു പൂർണ്ണതയ്ക്കകത്തേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിക്കും. That is when we know with confidence that God can use us in greater tasks here on earth. I hope 2024 കഴിഞ്ഞു പോയതുപോലെയോ അതിനു മുൻപുള്ള വർഷങ്ങൾ കഴിഞ്ഞു പോയതുപോലെ ആവരുത് 2025 എന്ന് പറയുന്ന വർഷം. 2025 നമുക്കൊരു റിഫ്ലക്ഷൻ അകത്തേക്ക് കയറാം. തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് കളയാനും പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കാനും 2025 ദൈവം ആഗ്രഹിച്ചതുപോലെ നിലനിൽക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. I hope a wonderful year for everyone here. I hope that God will bless you in 2025. എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും ദൈവം നിവർത്തീകരിക്കട്ടെ. അത്ഭുതകരമായി ദൈവം 2025 നമ്മളെ പ്രവേശിപ്പിക്കട്ടെ. Amen. And that is my prayer for each of you, that as we leave, say goodbye to 2024, we will say goodbye to some of our character traits, some of our tendencies, and we will enter 25 with the character that Christ desires for us, and to remain stable as his, be available as a best friend for him. Amen. God bless you all. Thank you, Sarah. Let's pray. Hallelujah. Thank you. Thank you, Lord, for strengthening Sarah, Gina, and Sarah's husband to join us in prayer today, Lord. Thank you, Father, for the word that was delivered. Thank you for that testimony, Lord, how you grew them as a small people group.
from 4 people now to the growth and expansion they have seen. Thank you, Lord, that you yourself was a teacher unto them. And I pray that, Lord, as a privilege for us, we are few in number, but Lord, we trust that this is a new beginning. Thank you for giving us the strength to leave behind all the distractions, all our character flaws, and to enter 2024 with 25 with a bold confidence, Lord, that you too can call us your best friend. Thank you, Lord, for that invitation to friendship. And friendship is reciprocal. So I pray, Lord, that we will enter that reciprocal friendship with you. Thank you, Father, for the privilege to call you friend. But today I pray, Lord, that you would prepare each of us to be an altar, to be a sacrifice, where you too can call us your best friend. Hallelujah. Lord, we worship you. We worship you, Lord. Hallelujah. Rekharante, rebashamo, Amen. ropalante, Amen. rekhan.